ഹായ് ഫ്രണ്ട്സ്, ഗീതാഞ്ജലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നിറയെ മത്ത പടർന്ന് കയറിക്കാണ്. മത്തയുടെ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ധാരാളമായിട്ട് അറിയാം. എന്നാലും ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ്. ഇതൊരു ന്യൂട്രീഷൻ്റെ കലവറയാണ് ഈ മത്തയുടെ ഇല. വിറ്റാമിൻ എയും ഇയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നത്തിന്, ഓർമ്മക്കുറവിന്, തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് എന്ന് വേണ്ട പ്രമേഹ രോഗികൾക്കടക്കം ഈ മത്തയുടെ ഇല ധാരാളമായിട്ട് കഴിക്കാം. പത്തലയിൽ പ്രമുഖയാണ് ഈ മത്തയുടെ ഇല. ശരിക്ക് പറഞ്ഞാൽ മത്തങ്ങയേക്കാളും വളരെ പോഷക ഗുണമുള്ളതാണ് മത്തയുടെ ഇല. നമുക്കത് തോരൻ വെച്ച് കഴിക്കാം, പല വിധത്തിൽ ഇത് കറി വെച്ച് കഴിക്കാം. അപ്പോൾ പണ്ടുള്ളവർ ഈ മത്തങ്ങ ഉണ്ടായിട്ടില്ലെങ്കിലും മത്തയുടെ ഇല ധാരാളമായിട്ട് കഴിച്ചിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ മത്തങ്ങ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പിടിച്ചു വലിച്ച് കളയും. പക്ഷേ ഈ ഇല നമുക്ക് നല്ല ഗുണമുള്ളതാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ഇലയെടുത്ത് നമുക്ക് തോരൻ വയ്ക്കാം. അതിൻ്റെ കൂമ്പലയാണ് എടുക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ കൂമ്പല, ഇതിൻ്റെ വള്ളിയോടുകൂടി എടുക്കാം. നമുക്ക് ഇതിൻ്റെ തണ്ടും എടുക്കാം. അപ്പോൾ അത് കണ്ടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ അമ്മമ്മയ്ക്ക് കൂട്ടാനൊന്നും ചിലപ്പോൾ ഇഷ്ടാവില്ല. അപ്പോൾ അമ്മമ്മ പറമ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങി മത്തയുടെ ഇല എടുത്ത്, എന്തൊരു ടേസ്റ്റാണെന്നോ മത്തയുടെ ഇല എടുത്ത് തോരൻ വെച്ചാൽ. ഒരു പ്രത്യേക വാസന വരും ഇതിന്, ഈ ഇലയ്ക്ക്. നമ്മുടെ പത്തല ഇനിയിപ്പോൾ അടുത്ത മാസം പത്തലയൊക്കെ കൂട്ടേണ്ട സമയമായി. അപ്പോഴേക്കും ഇത് മുളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം പത്തലയൊക്കെ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നേരത്തേക്ക് തോരനുള്ളതായിട്ടുണ്ട്. ഇത് മാറാലൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ, അതുമ്മ പിടിക്കില്ല. നമുക്ക് എന്നാലും ഒന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ട് ഇത് അരിഞ്ഞെടുക്കാം. നമുക്ക് ചെറുതായിട്ട് അരിയാം. ഇത് ഇല ആയതുകൊണ്ട് ഇത്തിരി വലിപ്പത്തിലായാലും കുഴപ്പമില്ല കേട്ടോ, വേഗം വെന്തോളും. ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട്. ഇത് വറുത്തിടാം നമുക്ക്. അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കടുക്. ഇത് തോരന് നമ്മൾ സാധാരണ വറുത്തിടുന്ന ഇതുപോലെ തന്നെയാണ്. കടുക്, മുളക്, കറിവേപ്പില. ഇലക്കറി ആയതുകൊണ്ട് അരിമണിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വറുത്തിടുക. ഇത് പൊട്ടിക്കഴിഞ്ഞു. ഇനി അരിമണി, മുളക്, കറിവേപ്പില. ഇലയിടാം നമുക്ക്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പിടാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം നാളികേരം, എന്നുവെച്ചാൽ ഇലയുടെ സ്വാദ് മുന്നിട്ട് നിൽക്കണം. നാളികേരം കുറച്ച് മതി. അതിലേക്ക് ജീരകം, കറിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇലക്കറികൾക്ക് സാധാരണ ഒരു കഷ്ണം വെളുത്തുള്ളി നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജീരകം. ഇത് പതുക്കനെ ഒന്ന് ചതച്ചെടുക്കണം, അരയ്ക്കണ്ട, പതുക്കനെ ചതയ്ക്കുക. മത്തനില വെന്തിട്ടുണ്ട്. നമുക്ക് നാളികേരം ചതച്ചത് ഇടാം. നല്ല വാസനയാണ് കേട്ടോ മത്തയുടെ ഇല തോരൻ വെച്ചാലേ. കുമ്പളത്തിൻ്റെ ഇലയേക്കാളും നല്ല വാസന വരും മത്തയുടെ ഇല വറുത്തിടുമ്പോൾ. നമുക്ക് ഇത് പകർത്താം. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വൈറ്റമിൻസിൻ്റെ കലവറയാണ് ഈ മത്തയുടെ ഇല. ഈ മാസം നമുക്ക് എല്ലാ ഇലയും കഴിക്കാം. അടുത്ത മാസം കർക്കിടകമായിട്ട് മറ്റേ മുരിങ്ങയുടെ ഇല മാത്രമേ കഴിക്കാൻ പാടില്ലാണ്ടുള്ളൂ. ഇത് പത്തലയിലെ ഏറ്റവും ഗുണമുള്ള ഇലയാണ്. അപ്പം നമുക്ക് ഈ മാസം ഇപ്പോൾ മത്ത എല്ലായിടത്തും ഇപ്പോൾ ഈ മഴയൊക്കെ വന്ന കാരണം മുളച്ചിട്ടുണ്ടാവും.
ഇപ്പം മത്തങ്ങ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അത് കളയണ്ട കേട്ടോ. അതിൻ്റെ ഇല വളരെ ഗുണമുള്ളതാണ്. നമുക്ക് ഓർമ്മക്കുറവിനടക്കം പ്രമേഹ രോഗികൾക്കടക്കം ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഗുണങ്ങളും ചേർന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ചാനൽ കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.